പ്ലസ് ടു ഫിസിക്സിൻ്റെ ഫോക്കസ് ഏരിയാസിന് ഊന്നൽ നൽകിക്കൊണ്ട് 10 വീഡിയോസ് കൊണ്ട് പ്ലസ് ടു ഫിസിക്സ് പൂർണ്ണമായും തീർക്കുന്ന ഒരു വീഡിയോ സീരീസാണ് ഇത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് നന്നായി പഠിക്കുക. എഴുതി കാണിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കാണാതെ പഠിക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിന് 100% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായി. ബാക്കിയുള്ള വീഡിയോസും കാണണം. ബിലീവ് മീ, യു വിൽ ഗെറ്റ് A+ ആൻഡ് ഫുൾ സ്കോർ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ശക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി, സ്ട്രെങ്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി 2 കാര്യങ്ങളാണ് ഫിസിക്സിലുള്ളത്. ഒന്നാമത്തേതാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതൊരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ. നമ്മളുടെ മുന്നിൽ ഇവിടെ ഒരു സ്ഥലത്ത് ഒരു പോയിൻ്റ് ചാർജ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. Q എന്ന പോയിൻ്റ് ചാർജ്. ഒരു ഉദാഹരണത്തിന് യു കീപ്പ് എ പോയിൻ്റ് ചാർജ് സംവെയർ ഹിയർ. പോയിൻ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജിനെ ഒരു പോയിൻ്റിൽ വെച്ചിരിക്കുന്നു എന്നാണ് നമ്മളുടെ സങ്കല്പം. അതൊരു സങ്കല്പം മാത്രമാണ്, നമ്മളുടെ തിയറി ബിൽഡ് ചെയ്യാനുള്ള ഒരു സങ്കല്പം. അപ്പോൾ ഈ ചാർജിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അത് യാഥാർത്ഥ്യമാണ്, ശരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു പോയിൻ്റ്, ആ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിൻ്റാണ് ഇത്. സേ എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ്. ആ പോയിൻ്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്ന് +1 കുളോം ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ഇവിടം വരെ കൊണ്ടുവരികയാണ്. അവിടം വരെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ നോക്കിക്കേ, ഇതൊരു പോസിറ്റീവ് ചാർജാണെന്ന് അങ്ങ് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുവരുന്നത് ഒരു പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ റിപ്പൽഷൻ ഉണ്ടാവും. അങ്ങനെ റിപ്പൽഷൻ ഉണ്ടെങ്കിൽ ഈ കൊണ്ടുവരുന്ന ആൾ അതിനെ ഇങ്ങനെ തള്ളി കൊണ്ടുവരേണ്ടി വരും അല്ലേ? അപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടം വരെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്കിനെയാണ് ഈ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആ പൊട്ടൻഷ്യൽ ഒരു ഉദാഹരണം ഞാൻ എടുക്കുന്നു. ഈ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ ഞാൻ V = ഒരു 20 ജൂൾ പെർ കുളോം എന്ന് സങ്കല്പിക്കുന്നു. 20 ജൂൾ പെർ കുളോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ കുളോമിനും 20 ജൂൾ വർക്ക് ചെയ്യണം. അപ്പോൾ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് +1 കുളോം ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ്. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന കാര്യത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമത്തെ കാര്യം, അതൊരു പ്യുവർ ഇമാജിനേഷനാണ്. നിങ്ങൾക്ക് അളക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് തൊട്ട് മനസ്സിലാക്കാനും കഴിയില്ല. ഓക്കെ, അങ്ങനെ ഒരു ഇമാജിനേഷനാണ് അത്. നൗ ഐ ഇമാജിൻ അനദർ പോയിന്റ് ഹിയർ. ദ പോയിന്റ് B ഈസ് ക്ലോസർ ടു ദ ചാർജ്. Naturally, electric field intensity is more, or electric potential also will be more. അപ്പോൾ ഇവിടെ 20 ആണെന്ന് ഞാൻ പറഞ്ഞു, അതൊരു സങ്കല്പമാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വാല്യൂ എഴുതുകയാണെങ്കിൽ, will I write a larger value or a smaller value? I will definitely write a larger value. Say I am writing 22 volt എന്ന് എഴുതുകയാണ്. ഈ ജൂൾ പെർ കുളോം എന്ന യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വോൾട്ട് എന്ന്. അപ്പോൾ ഈ ജൂൾ പെർ കുളോമിനെ നമുക്ക് എന്തെന്ന് എഴുതാം? വോൾട്ട് എന്ന് എഴുതാം. ഞാനത് മാറ്റുകയാണ്. അപ്പം ദിസ് ഈസ് റിട്ടൺ ആസ് വോൾട്ട് ഹിയർ ആഫ്റ്റർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 22 വോൾട്ടാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവരാൻ 22 ജൂൾ വർക്ക് ചെയ്യണം ഓരോ +1 കുളോം ചാർജിനും. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത കാര്യത്തിലെത്തി. ഈ എ വരെ കൊണ്ടുവരാൻ 20 ജൂള്, ബി വരെ കൊണ്ടുവരാനും 22 ജൂള്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് എത്രയായിരിക്കും? ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും അല്ലേ? അതിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിൻറ്റ്സ് എന്നാണ് വിളിക്കുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് 2 വോൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ഇത് VB എന്നും ഇത് VA എന്നും എഴുതുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VBA = VB - VA എന്ന് നിങ്ങൾക്ക് എഴുതാം. ഈ ഫോർമുല ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, നമ്മളത് ആശയം മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ VB - VA അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിനെ നമ്മൾ V എന്ന് സൂചിപ്പിക്കും.
ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ പഠിക്കണേ കാണാതെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് +1 coulomb ചാർജ് ഫ്രം 1 point ടു ദി അതർ പോയിൻറ്റ്. ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി, വർക്കാണ്. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ട് എന്ന യൂണിറ്റ് ആയിരിക്കും ഉണ്ടാവുക. വി എന്ന സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുക. പലപ്പോഴും വി പൊട്ടൻഷ്യലിനും പൊട്ടൻഷ്യൽ ഡിഫറൻസിനും മാറി മാറി ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ കാണുന്ന മിക്കയിടങ്ങളിലും അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ചും നിങ്ങൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് അളക്കാവുന്ന, തൊട്ട് മനസ്സിലാക്കാവുന്ന, ഫീൽ ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങളുണ്ട്. ഏതാണെന്നറിയോ? ബാറ്ററി. സെല്ലുകളില്ലേ, നമ്മളുടെ സെല്ലുകളെല്ലാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങളാണ്. നമ്മൾ സാധാരണ ടോർച്ചിലിടുന്ന ബാറ്ററി, കാറിൻ്റെ ബാറ്ററി എല്ലാം. KSEB നിങ്ങളുടെ വീട്ടിലേക്ക് തരുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ആക്ച്വലി യുവർ ബിൽ ഷുഡ് ബി നോൺ ആസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിൽ ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി കോൾഡ് ആസ് എ കറണ്ട് ബിൽ. എങ്കിൽ ഈ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയ ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കുന്നത് കേൾക്കുക. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് 1 കുളോമിനെ കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്കാണ് നമ്മളിതിവിടെ എഴുതി കംപ്ലീറ്റ് ചെയ്തില്ല, 2 വോൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അപ്പോൾ 1 കുളോമിന് 2 വോൾട്ടാണ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 വോൾട്ടാണ് ഇവിടെ. ഞാനൊരു ചാർജ് ചാർജ് 10 കൂളോം ചാർജ് കൊണ്ടുവരികയെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ചെയ്യേണ്ട വർക്ക് എത്രയായിരിക്കും? ശ്രദ്ധിച്ച് കേൾക്കണേ. 1 കുളോമിനെ കൊണ്ടുവരാൻ 2 ജൂൾ വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 10 കുളോമിനെ കൊണ്ടുവരാനോ 20 ജൂൾസ് വർക്ക് ചെയ്യണം. 20 ജൂൾസ് വർക്ക് ചെയ്യണം. നമ്മൾ എഴുതിയിരിക്കുന്ന ഫോർമുല എന്താണ്? അപ്പോൾ ഇവിടെ ശരിക്കും VQ എന്ന ഫോർമുലയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? ആ ഫോർമുലനെ അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. Q എന്ന ചാർജിനെ V എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മൂവ് ചെയ്യിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട വർക്കാണ് W. അപ്പോൾ അത് എഴുതി വെച്ച് നന്നായിട്ട് പഠിക്കണം. ദി വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് Q അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് W ഇസ് ഈക്വൽ ടു VQ. അപ്പോൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ ആ പൊട്ടൻഷ്യലിനെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് നോക്കുക. വീണ്ടും നമ്മൾ ആ പോയിൻ്റ് ചാർജ് സിറ്റുവേഷൻ സങ്കല്പിക്കുന്നു. യു ഹാവ് എ പോയിൻ്റ് ചാർജ് ഹിയർ, you have electric field all around and you have 2 points A. Okay, you have a potential VB here, VA here. ഇവ തമ്മിലുള്ള ദൂരം DL ആണെന്ന് സങ്കല്പിക്കുക. VB മൈനസ് VA പൊട്ടൻഷ്യൽ ഡിഫറൻസ് DV ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ പോയിൻ്റ് ചാർജിനെ ഇവിടുന്ന് ഇവിടെ കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്കാണ്. സോ വർക്ക് W ഇസ് ഈക്വൽ ടു DV ആണ്. ഈ വർക്ക് നമുക്ക് മറ്റൊരു രീതിയിലും കണ്ടുപിടിക്കാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ആ ആശയം വെച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. +1 കുളോം ചാർജ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ഫോഴ്സ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കും. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. നിങ്ങൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സ്വാഭാവികമായിട്ടും ആ ഡയറക്ഷനിലേക്കാണുള്ളത്. നിങ്ങൾ ഇങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കേണ്ടത്. സോ ഐ ആം അപ്ലൈയിങ് എ മൈനസ് സൈൻ ദർ. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് DL. സോ മൈനസ് E ഇൻറ്റു DL വിൽ ബി DV. സോ ഫ്രം ദാറ്റ് ഐ കാൽക്കുലേറ്റ് the electric field intensity as dV divided by dl with a minus sign. So this is the relation between potential difference between 2 points and the electric field intensity. ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷനിലൂടെ നോക്കിയാലാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. DV ക്രിയേറ്റ്സ് E എന്ന കാര്യമാണ് നമ്മൾ ഇതിനകത്ത് തിരിച്ചറിയുക. അതായത് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സെല്ല്, ആ സെല്ല് ഇങ്ങനെ ഒരു ബാറ്ററി, ഈ ബാറ്ററിയിലേക്ക് നമ്മളൊരു വയർ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നു എന്നിരിക്കട്ടെ, ഒരു കോപ്പർ വയർ. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇവിടെ 0 വോൾട്ടും ഇവിടെ V വോൾട്ടും എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും ഉണ്ടാക്കും. അപ്പോൾ വയറിൻ്റെ 2 എൻഡുകൾ തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കും സെല്ല്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും.
അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചു തരാം. ഒരു പവർ ലൈനിലൂടെ ഒരു മങ്കി നടക്കുന്നതാണ്. ഓക്കെ, അത് ഒരു 11 kV ലൈനാണെന്ന് സങ്കല്പിക്കുക. 11 kV ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 ലൈനുകൾ ഇങ്ങനെ പവർ ലൈന്. 11 kV ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഈസ് 11 kV ആൻഡ് ദിസ് ഈസ് 0 volt. സോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 11 kV. അപ്പോൾ ഇതിനകത്തോടെ ഒരു മങ്കി നടക്കുകയാണ്. മങ്കി ഏതിലൂടെ നടന്നാലാണ് സേഫായിട്ട് നടക്കാൻ പറ്റുക? ഇതിലേതിലൂടെ നടന്നാലും മങ്കി സേഫാണ്. 0 volt ഈസ് സേഫ്, 11 kV ഈസ് ഓൾസോ സേഫ്. ഒരു ലൈനിൽ നടക്കുന്ന മങ്കി മറ്റേ ലൈനിലേക്ക് ടച്ച് ചെയ്തു. മറ്റേ ലൈനിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഇലക്ട്രോക്യൂട്ടഡ് ആവും. എന്താ ഇലക്ട്രോക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ? വൈദ്യുതി കൊണ്ട് ഷോക്കേറ്റ് മരിക്കുന്നതിനാണ് നമ്മൾ ഇലക്ട്രോക്യൂട്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു. സോ ദിസ് ഈസ് എ ഫണ്ടമെൻ്റൽ ഐഡിയ ഇൻ ഫിസിക്സ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ആശയം കുറച്ചുകൂടെ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു കോപ്പർ ബോളിനെ ചാർജ് ചെയ്തെടുക്കുക. കോപ്പറിൻ്റെ ബോളാണ്. ബോൾ മീൻസ് ഇറ്റ് ഈസ് ഹോളോ ഇൻസൈഡ്. യു ആർ ചാർജിങ് ഇറ്റ്. ഇങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദർ ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഈസ് 0. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? E is equal to 1/4πε0 × Q divided by r² എന്നാണ്. ഇങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം. പൊട്ടൻഷ്യൽ V is equal to 1/4πε0 × Q divided by r എന്നേ ഉണ്ടാവുള്ളൂ. കാരണം ഇത് +1 കുളോമിലുള്ള ഫോഴ്സ് ആണല്ലോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ ഡിസ്റ്റൻസ്. അപ്പം ഈ ഫോഴ്സിൻ്റെ കൂടെ ഒരു ഡിസ്റ്റൻസ് ഫാക്ടർ മൾട്ടിപ്ലിക്കേഷൻ വരും. അതായത് ഇൻറ്റു r വരും. അപ്പോൾ r അങ്ങനെയായി. r² പോയിട്ട് r ആയി. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഇവിടെ r² ആണെങ്കിൽ r ഉണ്ടാവുള്ളൂ. അത് ഓർത്തിരിക്കുക. ഇതൊരു സ്റ്റാൻഡേർഡ് റൂളൊന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാം. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ സേഫാണ്. കാരണം ഈ ടോപ്പിക്ക് നമ്മുടെ ഫോക്കസ് ഏരിയയിലില്ല. വെറുതെ കാഷ്വലായിട്ട് നിങ്ങൾ ഈ കാര്യം ഓർത്തിരിക്കണം. കാരണം ഇത് സിലബസിൽ ഉണ്ട്. അത് ഇപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇനി സർഫസിലെ ഇക്വേഷൻ എന്തായിരിക്കും? അപ്പോൾ സർഫസ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 1/4πε0 × Q divided by R ആയിരിക്കും. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ r² ഉണ്ട്. നമ്മളിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഈ സർഫസ് പൊട്ടൻഷ്യൽ ഫോർ എക്സാമ്പിൾ ഒരു 10 volt ആണെന്ന് സങ്കല്പിക്കുക. ഒരു ചാർജ് കൊടുത്ത സമയത്ത് നമുക്ക് കിട്ടിയത്. അങ്ങനെയെങ്കിൽ സർഫസ് പൊട്ടൻഷ്യൽ 10 volt ആണെങ്കിൽ ഇവിടേക്ക് പുറത്തോട്ട് പോകുന്തോറും പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻസൈഡ് പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? പരീക്ഷയ്ക്ക് അത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണോ അത് തന്നെയായിരിക്കും അകത്തുള്ള പൊട്ടൻഷ്യലും. കാരണം എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായേനെ. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ദ സർഫസ് പൊട്ടൻഷ്യൽ ഓഫ് എ ചാർജ്ഡ് ഷെൽ ഈസ് ഈക്വൽ ടു ദ ഇൻസൈഡ് പൊട്ടൻഷ്യൽ. ഈ ആശയം ഓർത്തിരിക്കണം നിങ്ങൾ. ലെറ്റ്സ് സ്റ്റഡി അനദർ എക്സാമ്പിൾ. നിങ്ങളൊരു കോപ്പർ ഷീറ്റ് സങ്കല്പിക്കുക. എ ഷീറ്റ് ഓഫ് കോപ്പർ, another sheet of copper. You are connecting this to a cell of say 1 volt. 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ നമുക്കുടനെ മനസ്സിലായി ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് മാറും, ഇത് നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് മാറും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. E is equal to -dV/dl എന്ന ഇക്വേഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ ഇത് നോക്കിക്കേ, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടല്ലേ. ആ നെഗറ്റീവ് സൈൻ്റെ കാര്യം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല. ഇപ്പം നമ്മളത് പറയുകയാണ്, നന്നായി മനസ്സിലാക്കണം. അപ്പോൾ ഈ സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. ഈ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ഷീറ്റിൽ നിന്ന് നെഗറ്റീവ് ഷീറ്റിലേക്കാണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഈ ദൂരം DL ആയിട്ട് എടുക്കുകയും ഇത് DV ആയിട്ട് എടുക്കുകയും ചെയ്താൽ ഈ ഇക്വേഷൻ അനുസരിച്ചും കൂടി ആയിരിക്കും. ഇനി നെഗറ്റീവ് ചിഹ്നത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ?
ഇവിടെ E = -dV/dl എന്ന ആ ഇക്വേഷനിലെ നെഗറ്റീവ് ചിഹ്നത്തിൻ്റെ അർത്ഥം നന്നായി മനസ്സിലാക്കണം. അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഇത് 0 പൊട്ടൻഷ്യലും ഇത് 1 വോൾട്ട് പൊട്ടൻഷ്യലുമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻസൈഡ് ഇഫ് യു ഒബ്സർവ് യു വിൽ സീ പൊട്ടൻഷ്യൽ ഗ്രാജുവലി ഇൻക്രീസസ് ഫ്രം 0 to 1 വോൾട്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ ഇങ്ങനെ കൂടി വരികയാണ്. അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ആ ആശയമാണ് നെഗറ്റീവ് ചിഹ്നം സൂചിപ്പിക്കുന്നത്. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഇൻക്രീസിങ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇനി ഈ സിറ്റുവേഷനിൽ ഇത് കേൾക്കുക നിങ്ങൾ. ജസ്റ്റ് ഇമാജിൻ ഐ ആം ഡ്രോപ്പിംഗ് ആൻ ഇലക്ട്രോൺ ഹിയർ. ഒരു ഇലക്ട്രോണിനെ ഇവിടെ റിലീസ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? വാട്ട് വിൽ യു ഒബ്സർവ്? ദ ഇലക്ട്രോൺ ആക്സിലറേറ്റഡ് ആൻഡ് കംസ് ആൻഡ് ഹിറ്റ്സ് ദിസ് പ്ലേറ്റ്. ഇതാണ് നിങ്ങൾ കാണുക. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വിശദീകരിക്കാം. നോക്കണേ. ദ ഫസ്റ്റ് മെത്തേഡ് ഓഫ് എക്സ്പ്ലെയിനിങ് ദാറ്റ് ഈസ് യു ക്യാൻ സേ ദ ഇലക്ട്രിക് ഫീൽഡ് pushes the electron in its opposite direction, hence it is accelerated and hits the other plate. The second way of explaining that is the negative plate repels it, positive plate attracts it. So അപ്പോൾ ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്ത് വന്ന് ഇതിലിടിക്കും. ഇത് രണ്ടും ഒരു കാര്യം തന്നെയാണ്. രണ്ട് പ്ലേറ്റുകൾ, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവായിട്ട് വെച്ചാൽ അതിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ഇതിനെ തള്ളിക്കൊണ്ടു പോകുന്നതാണ്. ഓക്കെ, ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുമ്പം സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. വർക്ക് W = VQ, നമ്മൾ നേരത്തെ എടുത്ത ഫോർമുല. ഇവിടെ 1 വോൾട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ഐ എം 1 ഇൻറ്റു ഇവിടെ ഇലക്ട്രോൺ ആണ് ചാർജ്. സോ ഇറ്റ് ഈസ് 1.6 ഇൻറ്റു 10⁻⁻⁹ വിച്ച് ഈസ് 1.6 ഇൻറ്റു 10⁻⁻⁹ ജൂൾ വർക്ക് ഇലക്ട്രിക് ഫീൽഡ് ചെയ്തിട്ടുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ചെയ്ത വർക്ക് ഇലക്ട്രോണിൻ്റെ കയ്യിൽ കൈനറ്റിക് എനർജി ആയിട്ടുണ്ടാകും ഈ സൈഡിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ഹിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ്? ഇത്രയും കൈനറ്റിക് എനർജിയാണ്. ഈ എനർജിയെ നമ്മൾ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് വിളിക്കുന്നത്. സോ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ദ കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് മൂവ്സ് അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. 1 വോൾട്ടിൽ മൂവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന കൈനറ്റിക് എനർജിയുടെ അളവാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഈ ഇലക്ട്രോൺ വോൾട്ട് ഒരു ചെറിയ എനർജിയാണ്, നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ജൂളാണ്. 1 EV = 1.6 ഇൻറ്റു 10⁻⁻⁹ ജൂൾസ്. ആ ഇക്വേഷനും നിങ്ങൾ ഓർത്തിരിക്കണം. ഇതൊരു എനർജിയുടെ ചെറിയ അളവിലുള്ള എനർജികളുടെ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ വീഴുന്ന പ്രകാശത്തിൻ്റെ എനർജിയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പറയും ഈ പ്രകാശത്തിന് 1 EV എനർജിയാണുള്ളത്, 2 EV എനർജിയാണുള്ളത് എന്നൊക്കെ നമ്മൾ പിന്നീട് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടേക്ക് വേണ്ടി നിങ്ങളിത് ഓർത്തിരിക്കണം. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഇവിടെ ഒരു പ്രോട്ടോണിനെ റിലീസ് ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിനും ഇതേപോലെ സംഭവിക്കില്ലേ? പ്രോട്ടോൺ ഇവിടെ വന്നിടിക്കും അല്ലേ? അപ്പോൾ അവിടെ എത്തുമ്പോൾ പ്രോട്ടോണിനും ഇതേ കാൽക്കുലേഷൻസ് ബാധകമാണ്. അപ്പോൾ അതിന് 1 EV എനർജി ഉണ്ടാകും. അപ്പോൾ 1 EV എന്നതിനെ നിങ്ങൾക്ക് ഇങ്ങനെയും വിശദീകരിക്കാം. 1 EV ഈസ് ദ കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ഓർ എ പ്രോട്ടോൺ വെൻ ഇറ്റ് മൂവ്സ് അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. ആൻഡ് ഹിയർ വി ഹാവ് അനദർ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. തിങ്ക് ഓഫ് ദിസ്. ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ഞാൻ ഒന്നിച്ചാണ് ഇവിടെ വിടുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? രണ്ടും ഇലക്ട്രോൺ അങ്ങോട്ടും പ്രോട്ടോൺ അങ്ങോട്ടും പോകും അല്ലേ? ആദ്യം അപ്പുറത്തെ പ്ലേറ്റിൽ പോയി ഇടിക്കുന്നത് ആരായിരിക്കും? ഇലക്ട്രോൺ ആയിരിക്കുമോ അതോ പ്രോട്ടോൺ ആയിരിക്കുമോ? ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. യെസ് യു ഗസ്ഡ് ഇറ്റ്. ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസ് ഒരേപോലെയല്ല, അവയുടെ ചാർജ് ഒരേപോലെ ആണെങ്കിലും വിച്ച് ഈസ് ദ മോസ്റ്റ് മാസീവ് പാർട്ടിക്കിൾ? പ്രോട്ടോൺ ഈസ് ഓൾമോസ്റ്റ് 2000 times massive than electron. So the acceleration of electron will be almost 2000 times more than that of proton. So you will see a fast moving electron and a comparatively എന്നല്ല 2000 ആക്സിലറേഷൻ. അപ്പോൾ ഇലക്ട്രോൺ വളരെ പെട്ടെന്ന് പോയി ഇടിക്കും, പ്രോട്ടോൺ മെല്ലെ പോയി ഇടിക്കുള്ളൂ. അപ്പോൾ ആദ്യം ഇടിക്കുന്ന ആരായിരിക്കും? ഇലക്ട്രോൺ ആയിരിക്കും. നല്ല എക്സാമ്പിൾ അല്ലേ അത്? ഇനി നമുക്കുള്ളത് ഒരു പൊട്ടൻഷ്യൽ കാൽക്കുലേഷനാണ്. ഒറ്റ പൊട്ടൻഷ്യൽ കാൽക്കുലേഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ഈ ചാപ്റ്ററിൽ. അത് പോയിൻ്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേഷനാണ്.
യു ഇമാജിൻ എ പോയിൻ്റ് ചാർജ് സംവർ ഹിയർ, സേ എ ചാർജ് ക്യൂ ഈസ് ദർ. ഇവിടെ ഒരു പോയിൻ്റ് സങ്കല്പിക്കുക. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. +1 കുളോം ചാർജിനെ ഇവിടെ കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അളവായിരിക്കും. അതിൻ്റെ ഫോർമുല നമുക്കറിയാം, 1/4πε0 × Q/r² ആണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം ഇങ്ങോട്ട് dr എന്ന ദൂരം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചെറിയ വർക്ക് dW = ഫോഴ്സ് ഇൻറ്റു dr ആയിരിക്കുമല്ലോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 1/4πε0 × Q/r² × dr. ഇനി ഇൻഫിനിറ്റിയിൽ നിന്നും ഇവിടെ കൊണ്ടുവരുന്ന വർക്കാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്കിൽ ഇത് ചെറിയ മൂവ്മെൻറ്റിന് ആവശ്യമായ വർക്കാണ് എങ്കിൽ ടോട്ടൽ വർക്ക് W = പൊട്ടൻഷ്യൽ ഇൻ്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു r dW. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിക്കും. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതുമ്പം നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്, എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. സോ പ്രിഫറബിളി യു ആഡ് എ മൈനസ് സൈൻ ദർ. എന്നിട്ട് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, യു വിൽ സ്റ്റഡി ദിസ് ഇൻ ഡീറ്റെയിൽ ഇൻ മാത്തമാറ്റിക്സ്, ബട്ട് നൗ ഐ ആം റൈറ്റിംഗ് ഓൺലി ദ ഫോർമുല. സോ പൊട്ടൻഷ്യൽ V = 1/4πε0 × Q/r എന്ന് നിങ്ങൾക്ക് കിട്ടും പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു Q/r² ഉണ്ടായിരുന്നു. ഇപ്പോൾ Q/r ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഇക്വേഷൻ തന്നെയാണ് അത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ ഓർത്തിരിക്കണം. ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഈ ചാർജിൻ്റെ അളവ് ഒരു 10 മൈക്രോ കുളോം പ്ലസ് ആണെന്നിരിക്കട്ടെ എങ്കിൽ 1 മീറ്റർ അകലെ 1 മീറ്റർ അകലെ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കിട്ടുന്നത് എന്താണ്? 9 × 10⁻⁹ × 10 × 10⁻⁻⁶ ÷ 1. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 90 കിലോ വോൾട്ട് എന്നാണ്. എത്രയാണ്? 90 കിലോ വോൾട്ട്. ഇത് പൊട്ടൻഷ്യലാണ്. ലാർജ് പൊട്ടൻഷ്യൽസ് won't harm you. ഓക്കെ, ഓൺലി പൊട്ടൻഷ്യൽ ഡിഫറൻസസ് വിൽ harm you. അപ്പോൾ ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ കിട്ടി നമുക്ക് 90 കിലോ വോൾട്ടാണ്. ഞാനൊരു സിമ്പിളായ ചോദ്യം ചോദിക്കാം. 90 കിലോ വോൾട്ട് പൊട്ടൻഷ്യലുള്ള എത്ര പോയിന്റുകൾ ഈ ചാർജിന് ചുറ്റും ഉണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഡയമെട്രിക്കലി ഓപ്പോസിറ്റായ ഈ പോയിൻ്റ് ഉണ്ടാവും. 1 മീറ്റർ അകലെയുള്ള എല്ലാ പോയിന്റുകളും ഉണ്ടാകും. അപ്പോൾ 1 മീറ്റർ അകലെയുള്ള അതായത് 1 മീറ്റർ റേഡിയസ് ഉള്ള ഈ ചാർജ് സെൻറ്ററായ ഒരു സർക്കിൾ ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർക്കിൾ ആയിരിക്കും. ഇക്യു പൊട്ടൻഷ്യൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ പൊട്ടൻഷ്യലുള്ള ഒരു സർക്കിൾ ആയിരിക്കും. അല്ല, അത് കുറച്ചുകൂടി ഉണ്ട്. ഇങ്ങോട്ടുമില്ലേ, 3 ഡയമെൻഷനൽ അല്ലേ അത്? അപ്പോൾ ശരിക്കും ഇങ്ങനെയാണ്. 1 മീറ്റർ റേഡിയസ് ഉള്ള ഈ പോയിൻ്റ് സെൻറ്ററിലായ ഒരു സ്ഫിയർ ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. അതിൽ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 90 കിലോ വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്നൊരു സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം. ഒരേ പൊട്ടൻഷ്യലുള്ള ഒരു സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണത്. എനിക്കപ്പോൾ അവിടെ 3 ഡയമെൻഷനായിട്ട് വരയ്ക്കാൻ പറ്റില്ല. ഞാനതുകൊണ്ട് അതവിടെ 2 ഡയമെൻഷനായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലറായിട്ടാണ് വരുന്നതെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഇതെല്ലാം ഈക്വൽ പൊട്ടൻഷ്യലുള്ള ഒരു പോയിൻറ്റുകൾ ചേർത്ത് വരച്ച സർക്കിളാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പോയിൻറ്റിൽ നിന്ന് അടുത്തൊരു പോയിൻറ്റിലേക്ക് ചാർജിനെ കൊണ്ടുപോകാൻ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യവും ഉണ്ടാവില്ല. എനിക്കോ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് അധികം പോകുന്നില്ല. നമ്മൾ ഈ പൊട്ടൻഷ്യലിനുള്ള ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ച് ഓർത്തിരിക്കണം. ഇനി നമ്മൾ ഈ പൊട്ടൻഷ്യൽ എന്ന സങ്കല്പത്തിൻ്റെ മനോഹരമായ ആപ്ലിക്കേഷൻ നോക്കുക. നിങ്ങളൊരു കോപ്പർ ഷീറ്റ് സങ്കല്പിക്കുക. ഇങ്ങനെ ഒരു ഷീറ്റ്. ആ ഷീറ്റിലേക്ക് നിങ്ങൾ ചാർജ് കൊടുക്കുന്നു എന്നിരിക്കട്ടെ. ഇങ്ങനെ കുറച്ച് ചാർജ് കൊടുക്കുന്നു. അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടി വരും എന്നാണ് അപ്പോൾ നമ്മൾ പറയുക. പൊട്ടൻഷ്യൽ കൂടി വരും എന്ന് പറഞ്ഞാൽ
ഇൻഫിനിറ്റിയിൽ നിന്ന് അതിലേക്ക് വീണ്ടും ചാർജിനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാകുമെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുക, ദ മോർ ചാർജ് യു ഗീവ് ദ മോർ വിൽ ബി ഇറ്റ്സ് സർഫസ് പൊട്ടൻഷ്യൽ. സോ ദ നെക്സ്റ്റ് ലോജിക്കൽ സ്റ്റെപ്പ് ഈസ് Q ഈസ് ഈക്വൽ ടു CV. ഈ സിയെ നമ്മൾ ഈ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി എന്നാണ് പറയുക. എന്താണ് കപ്പാസിറ്റി? അപ്പോൾ കപ്പാസിറ്റി C ഈസ് ഈക്വൽ ടു Q/V. സോ യു ക്യാൻ സേ capacity of a conductor is the ratio of charge given to that and to its surface potential. അപ്പോൾ ഒരു കണ്ടക്ടറിന് നിങ്ങൾ ചാർജ് കൊടുക്കുകയാണെങ്കിൽ ആ ചാർജും ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ ആ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ആശയത്തെ കുറച്ചുകൂടെ വിപുലീകരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോപ്പർ ഷീറ്റ് ഉണ്ട്, അതിന് നിങ്ങൾ ചാർജ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വയർ വഴി നിങ്ങൾക്ക് അതിനെ ചാർജ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സർഫസ് പൊട്ടൻഷ്യൽ കൂടുന്നു. അപ്പോൾ നമ്മളതിന് പോസിറ്റീവ് ചാർജ് കൊടുത്തു, ഓക്കെ, അതിൻ്റെ പൊട്ടൻഷ്യൽ വർദ്ധിച്ചു. ഇനിയപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ചാർജ് അതിനകത്തേക്ക് കൊടുക്കണമെങ്കിൽ, അതായത് കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ കുറച്ചാൽ മതി. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? വേറൊരു ഷീറ്റ് അതിൻ്റെ അടുത്ത് വയ്ക്കുക. വേറൊരു ഷീറ്റ് അതിൻ്റെ അടുത്ത് വെച്ച് കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ ഉള്ളത് കൊണ്ട് ഇതിൽ ചാർജ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും. ഈ ഭാഗം നെഗറ്റീവായിട്ട് വരും അല്ലേ, ഈ ഭാഗം പോസിറ്റീവ് ചാർജും വരും. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ കുറയും, ഈ പോസിറ്റീവ് ചാർജ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ കൂടും. ഇൻ ഇഫക്റ്റ് ഈ പ്ലേറ്റ് ഇവിടെ വെച്ചുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. എന്നാൽ നിങ്ങൾ ഈ പ്ലേറ്റിനെ എർത്ത് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുക, എർത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ വന്ന് ഈ പോസിറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ചാർജ് മാത്രമേ അവിടെ പിന്നെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ കുറയും, അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി കൂടും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് കോപ്പർ ഷീറ്റുകൾ ഇങ്ങനെ വയ്ക്കുക, ഒന്നിലേക്ക് ചാർജ് കൊടുക്കുക, അടുത്തതിനെ എർത്ത് ചെയ്യുക. ഇങ്ങനെ വെച്ചാൽ ഈ സംവിധാനത്തിന് കപ്പാസിറ്റി കൂടുതലായിരിക്കും എന്നാണ് നമ്മൾ പറയുക. ഈ സംവിധാനത്തെ നമ്മൾ ചാർജ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ട് ഉപയോഗിക്കും. അതിന് നമ്മൾ കപ്പാസിറ്റർ എന്നാണ് വിളിക്കുക. എന്താണ് കപ്പാസിറ്റർ? അപ്പോൾ ഇനി നമ്മളൊരു കപ്പാസിറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഷീറ്റ് കോപ്പർ ഷീറ്റുകൾ അടുപ്പിച്ച് വയ്ക്കുക. ചാർജ് കൊടുക്കാനുള്ള ഒരു വയർ ഇതിലുണ്ടാവും, എർത്ത് ചെയ്യാനുള്ളൊരു വയർ ഇതിലുമുണ്ടാകും. ഈ സംവിധാനത്തെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. അത് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ യു ഹാവ് 2 ഷീറ്റ്സ്. ഇങ്ങനെ ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ ചാർജ് കൊടുക്കുന്നു, Q എന്ന ചാർജ് കൊടുക്കുന്നു എന്നിരിക്കട്ടെ. ഉണ്ടാകുന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെന്ന് കരുതുക. ഇതിൻ്റെ ഏരിയ A ആണെന്ന് കരുതുക. അപ്പോൾ ഇതിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും, ഇതിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. ഇതിനെ എർത്ത് ചെയ്തിരിക്കുകയാണ്, ഓർക്കണേ ആ കാര്യം. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ഷീറ്റിൽ നിന്ന് നെഗറ്റീവ് ഷീറ്റിലേക്കായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് പ്ലസ് സിഗ്മയും ഇത് മൈനസ് സിഗ്മയും ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ അളവ് E = σ/ε0 ആയിരിക്കും. ഈ ഷീറ്റുകൾ നമ്മൾ D എന്ന ദൂരത്തിൽ വെച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ ചിത്രത്തിൽ എഴുതിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. A ഏരിയയുള്ള 2 ഷീറ്റുകൾ D അകലത്തിൽ വെച്ചിരിക്കുന്നു. അതിൽ ചാർജ് ഉണ്ട്. ഓരോന്നിലും ഉണ്ടാകുന്ന ചാർജ് സിഗ്മ എന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. ഇനി ഈ കപ്പാസിറ്റി എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. കപ്പാസിറ്റി C = Q/V എന്നാണ്. സിമ്പിളാണ് ഫോർമുല. ഐ ഡോണ്ട് നോ വൈ ദിസ് ക്വസ്റ്റ്യൻ കെയിം സോ മെനി ടൈംസ് ഇൻ ദ എക്സാം ഈവൻ ദോ ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു Q എന്ന് പറയുന്നത് നമുക്കറിയാം സിഗ്മയാണ് ചാർജ് ഡെൻസിറ്റി, A ആണ് ഏരിയ. അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് സിഗ്മ × A ആയിരിക്കും, ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് V = E × D ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ × A ഡിവൈഡഡ് ബൈ E എന്ന് പറയുന്നത് സിഗ്മ ഡിവൈഡഡ് ബൈ ε0 ആയിരിക്കും × D. സോ സിഗ്മ ക്യാൻസൽസ് ഔട്ട്.
So I get the equation for C as epsilon 0 A divided by D. So this is a very important equation. C is equal to epsilon 0 A by D എന്ന ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, രണ്ട് ഷീറ്റുകൾ അടുപ്പിച്ച് വെച്ച് നിങ്ങളൊരു കപ്പാസിറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എത്ര കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? ഏരിയയെ ആശ്രയിച്ചിരിക്കുന്നു, ഈ ദൂരത്തെ ആശ്രയിച്ചിരിക്കുന്നു, ഉള്ളിലുള്ള മെറ്റീരിയലിന്, ഇതിനകത്ത് എയർ ആവുമ്പോഴാണ് ഈ ഫോർമുല ഉണ്ടാവുക. മറ്റേതെങ്കിലും മീഡിയം ആണെങ്കിൽ എപ്സിലോൺ 0 എന്നുള്ളത് എയർ ആവുമ്പോഴാണ്. മറ്റേതെങ്കിലും മീഡിയം ആണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസമുണ്ടാകും. സോ യു അണ്ടർസ്റ്റാൻഡ് കപ്പാസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ 3 factors. Remember, they are all geometrical parameters: area, distance between the sheets and the medium between the plates. ഇവിടെ ഏരിയ കൂട്ടുകയാണെങ്കിൽ കപ്പാസിറ്റി കൂടുതലായിരിക്കും, ഡിസ്റ്റൻസ് കൂട്ടുകയാണെങ്കിൽ കപ്പാസിറ്റി കുറവായിരിക്കും. മീഡിയം വ്യത്യാസപ്പെടുത്തിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു ഷീറ്റ് എടുത്തു, 2 ഷീറ്റ് എടുത്തു, എന്നിട്ട് നിങ്ങൾ അതിനകത്ത് ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം വെച്ചു എന്നിരിക്കട്ടെ. ഡൈ ഇലക്ട്രിക് മീഡിയം വെച്ചാൽ ശ്രദ്ധിക്കണം, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഒറിജിനൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഇതിൽ ചാർജ് ഉണ്ടാകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെന്നാണ് നമ്മളിവിടെ അസ്യൂം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡൈ ഇലക്ട്രിക് ഷീറ്റ് വെച്ചാൽ, ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈ ഇലക്ട്രിക് എന്ന വാക്കിൽ തന്നെയുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡൈസ് ഔട്ട് എ ലിറ്റിൽ എന്നാണ്. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ബൈ കെ ആവും എന്നാണ്. ഇ ബൈ കെ ആവും. ഓക്കെ, അതാണ് കെയുടെ പ്രത്യേകത. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാം. നിങ്ങളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇവിടെ പോളറൈസേഷൻ നടക്കും, ചാർജ് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കും. ഡൈഇലക്ട്രിക്കിൻ്റെ പ്രത്യേകത, ഡൈഇലക്ട്രിക് അലൗസ് ഇലക്ട്രിക് ഫീൽഡ് ബട്ട് വിൽ നോട്ട് അലൗ മോഷൻ ഓഫ് ചാർജസ് ഓർ മൂവ്മെൻറ്റ് ഓഫ് ചാർജസ് ത്രൂ ദാറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചാർജ് ഡിസ്പ്ലേസ്ഡ് ആവും. പക്ഷേ ചാർജ് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുമ്പോൾ അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള ഇലക്ട്രോണുകൾ ഈ ഭാഗത്തേക്ക് വരും. എന്ന് വെച്ചാൽ ഈ ഭാഗം നെഗറ്റീവ് ആവും, ഈ ഭാഗം പോസിറ്റീവുമാവും, ഈക്വലി പോസിറ്റീവുമാവും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങോട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും. ഞാൻ വളരെ ബോധപൂർവ്വമാണ് ചെറിയ ലൈൻ വരയ്ക്കുന്നത്, കാരണം പുറത്തുള്ളതിൻ്റെ ചെറിയൊരു ഭാഗം അകത്തുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇതിനകത്ത് വെള്ളമാണ് നിറച്ചിരിക്കുന്നത് എങ്കിൽ വെള്ളത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 100 നമുക്കറിയാം. അപ്പോൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ 100 ഇലക്ട്രിക് ഫീൽഡ് പിന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഡൈഇലക്ട്രിക് വെച്ചിട്ടുള്ള കപ്പാസിറ്റി എത്രയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ബൈ കെ എന്നാവും. നിങ്ങൾ ഇക്വേഷൻസ് റീറൈറ്റ് ചെയ്യണേ. ഇലക്ട്രിക് ഫീൽഡ് ബൈ കെ എന്നാവും. മീൻസ് യു വിൽ ഹാവ് എ കെ അപ്പിയറിങ് ഹിയർ. Means you will have k here and k here. Means C medium will be k times epsilon 0 A by D or k times C air. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിനെ ആ രീതിയിലും വിശദീകരിക്കാം. k is equal to C medium divided by C air. അതായത് കെ 100 ആണ്, വെള്ളമാണ് നിങ്ങൾ അതിനകത്ത് നിറയ്ക്കുന്നതെങ്കിൽ എയറിലുണ്ടാകുന്ന കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റിയുടെ 100 ടൈംസ് ഉണ്ടാകും ആ മീഡിയത്തിൽ. അപ്പോൾ കപ്പാസിറ്റർ അത് നിറയ്ക്കുമ്പോൾ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി കെ ടൈംസ് വർദ്ധിക്കും. വെള്ളമാണ് നിറച്ചെങ്കിൽ 100 ടൈംസ് വർദ്ധിക്കും. ആ ആശയം വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് മനസ്സിലാക്കണം. എന്താണ് ഡൈഇലക്ട്രിക് വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കപ്പാസിറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറയാം. അതെന്താണെന്നറിയോ? കപ്പാസിറ്റി C ഈക്വൽ ടു എപ്സിലോൺ 0 A by D ആണ്. ഷീറ്റുകൾ വളരെ അടുത്ത് വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും, അങ്ങനെ കപ്പാസിറ്റി കൂട്ടാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഡൈഇലക്ട്രിക് ആയിട്ട് പേപ്പറോ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ വളരെ അടുപ്പിച്ച് വയ്ക്കാൻ പറ്റും. ഡൈഇലക്ട്രിക് ഉള്ളതുകൊണ്ടും കപ്പാസിറ്റി വർദ്ധിക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ദിസ് എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 8.85 ഇൻറ്റു 10⁻⁻12 യൂണിറ്റ് എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇത് 10⁻12 ആണ്. ഏരിയ വല്ലാതെ കൂടുതലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫാരഡാണ് യൂണിറ്റ്. കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്താ? ഫാരഡാണ്. ഒരു ഫാരഡ് യൂണിറ്റ് ഉള്ള ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കണമെങ്കിൽ ഏരിയ വല്ലാതെ കൂട്ടേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ,
നമ്മളുണ്ടാക്കുന്ന കപ്പാസിറ്ററിന് മൈക്രോ ഫാരഡ്, പിക്കോ ഫാരഡ് അങ്ങനെയുള്ള ചെറിയ കപ്പാസിറ്റി മാത്രമേ ഉണ്ടാവൂ എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ കടയിൽ പോയി കപ്പാസിറ്റർ വാങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു 100 മൈക്രോ ഫാരഡ്, 1000 മൈക്രോ ഫാരഡ്സിലായിരിക്കും നിങ്ങൾ വാങ്ങിക്കുക. എല്ലാ കപ്പാസിറ്റേഴ്സും വളരെ ചെറിയ കപ്പാസിറ്റി ഉള്ളതാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ആ കാര്യം കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കപ്പാസിറ്റർ വാങ്ങിക്കുക. യു ബ്രേക്ക് ഓപ്പൺ എ കപ്പാസിറ്റർ. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഷീറ്റുകൾ, 2 പാരലൽ ഷീറ്റുകൾ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ ഇടയിൽ കാണുന്ന ആ പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡൈഇലക്ട്രിക്. ഓക്കെ, ഇനി നമ്മൾ കപ്പാസിറ്റർ വെച്ച് രസകരമായൊരു പരീക്ഷണം നടത്തുക. ഇത് കാണണേ. അപ്പോൾ ഇതൊരു കപ്പാസിറ്റർ. ആ കപ്പാസിറ്ററിനെ നിങ്ങൾ ഒരു സെല്ലിലേക്ക് കണക്ഷൻ കൊടുക്കുക. വെറുതെ കപ്പാസിറ്ററിനെ ഒരു ബാറ്ററിയിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ മതി, പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട്. എന്നിട്ട് ആ കപ്പാസിറ്ററിനെ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ കപ്പാസിറ്ററിനെ ഒരു LED-യിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ബൾബിലേക്ക് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ കാണുക? യു വിൽ സീ ദിസ് ബൾബ് ഗ്ലോയിങ്. കുറേ നേരം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുമോ? തെളിഞ്ഞ് നിൽക്കില്ല, ഒരു മൊമെൻ്ററി ഗ്ലോ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ മൊമെൻ്ററി ഗ്ലോ ഉണ്ടാവാൻ കാരണം പ്രകാശോർജ്ജമാണല്ലോ. നിങ്ങൾ കണ്ടത് പ്രകാശോർജ്ജമാണ്. അപ്പോൾ ഒരു സാധാരണ കപ്പാസിറ്ററിനെ എടുത്തിട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുത്ത ബൾബ് തെളിയോ? തെളിയില്ല. അപ്പോൾ ഈ ബൾബിനെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് എന്തോ ഒരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് വ്യത്യാസമായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കുക. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ഇവിടെ നിന്ന് ഇലക്ട്രോണുകളെ ഇങ്ങോട്ട് വലിച്ചെടുക്കും. എന്നിട്ട് ആ ഇലക്ട്രോണുകളെ ഇങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ വയ്ക്കും. അപ്പോൾ ഈ ബാറ്ററിയുടെ ഈ പ്ലേറ്റ് പോസിറ്റീവുമായിട്ടുണ്ട്, ഈ പ്ലേറ്റ് നെഗറ്റീവുമായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ എനർജിയാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോണുകളെ മറ്റേ പ്ലേറ്റിലേക്ക് ബാറ്ററി ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ ചാർജിങ് ഓഫ് ദ കപ്പാസിറ്റർ എന്നാണ് പറയുക. എന്താണ്? ചാർജിങ് ആണ്. So what you see here is a charged capacitor. It has energy inside. So a charged capacitor has energy inside. ഇനി ഇവിടെ ഇലക്ട്രോണുകളുണ്ട്, ഇവിടെ ഇലക്ട്രോണിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. പോസിറ്റീവ് ആണ് അത് ചാർജ് ചെയ്ത്, നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നിങ്ങൾ ബൾബ് വെച്ച് അതിനെ ഷോർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും. അല്ലെങ്കിൽ ഇലക്ട്രോണുകൾക്ക് ഇങ്ങോട്ട് പോകാനുള്ള ഒരു പാത്ത് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് ബൾബ് വഴി ഒഴുകി ഇങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോകും അല്ലേ? അപ്പോൾ ആ ബൾബ് അത് അധിക സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ അത് പോയി പോകും. അപ്പോൾ ആ പോകുന്നതിനെ നമ്മൾ ഡിസ്ചാർജിങ് എന്നാണ് വിളിക്കുന്നത്. ഡിസ്ചാർജിങ്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഈ കപ്പാസിറ്ററിനെ ബാറ്ററിയോട് കണക്ട് ചെയ്ത സമയത്ത് ഇലക്ട്രോണിനെ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് വെക്കുക ചെയ്യുന്ന സെല്ല്. അങ്ങനെ സെല്ല് ചെയ്യുന്ന ആ വർക്കാണ് ഇതിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ വർക്ക് ഡൺ ഇൻ ചാർജിങ് എ കപ്പാസിറ്റർ ഈ സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആസ് ഇറ്റ്സ് എനർജി. അപ്പോൾ ആ എനർജി എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. ഇതും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഒരു കപ്പാസിറ്ററിനെ ഇമാജിൻ ചെയ്യുക. ആ കപ്പാസിറ്ററിനെ സെല്ലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. സെല്ലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോണുകളെ ഇങ്ങോട്ട് എടുക്കുന്നു, ആ ഇലക്ട്രോണുകളെ സെല്ല് അങ്ങോട്ട് വയ്ക്കുന്നു. അപ്പോൾ സെല്ല് ചെയ്യുന്നത് എന്താണ്? ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുക, ദി വർക്ക് ഡൺ ബൈ ദ സെൽ ഇൻ ചാർജിങ് എ കപ്പാസിറ്റർ ഈ സ്റ്റോർഡ് ഇൻ ഇറ്റ് ആസ് ഇറ്റ്സ് എനർജി. അപ്പോൾ ആ എനർജി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ചെയ്യേണ്ട വർക്ക് dW = VdQ എന്ന് നമുക്ക് എഴുതാം. DQ എന്ന ചാർജിനെ V പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മൂവ് ചെയ്യേണ്ട വർക്കാണ് dW. അപ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ വർക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഫ്രം 0 to Q മൊത്തം ചാർജ്, 0 ചാർജിൽ നിന്ന് Q ചാർജ് വരെ ഇൻറ്റു VdQ. ഓക്കെ, ഇത് ഈ ചെയ്യുന്ന വർക്കാണ് അതിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ വി യൂസ് ദ സിമ്പിൾ U. ദിസ് ഈസ് ഈക്വൽ ടു, ഇത് ഇൻ്റഗ്രേഷൻ നിങ്ങൾ പിന്നെ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ആ ഇൻ്റഗ്രേഷൻ്റെ പ്രൊസീജിയർ നമ്മൾ പഠിക്കുന്നില്ല. പക്ഷേ നമ്മളിവിടെ
ഈ വേരിയബിൾസ് മാറ്റേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഡിഫറൻസിയേഷനിലും അത് പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ഫ്രം 0 to Q. നമ്മൾ Q ഈസ് ഈക്വൽ ടു സി വി എന്നതാണ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ. സോ വി ഈസ് ഈക്വൽ ടു Q ബൈ സി എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Q ബൈ സി ഇൻറ്റു ഡി ക്യൂ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് Q² ഡിവൈഡഡ് ബൈ 2C എന്നാണ്. അപ്പോൾ ഇതാണ് എനർജിയുടെ ഇക്വേഷൻ. ദിസ് ഈസ് ഈക്വൽ ടു, ഈ ക്യൂവിനെ നിങ്ങൾക്ക് സി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ½ എന്ന് കിട്ടും. അല്ല, നിങ്ങൾ സി എ ഇവിടുന്ന് Q/V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ½ എന്നും നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇത്രയും ഇലക്ട്രിക്കൽ എനർജിയാണ് ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് കപ്പാസിറ്റർ എനർജിയെ സ്റ്റോർ ചെയ്യുന്നത്? കപ്പാസിറ്റർ സ്റ്റോർസ് എനർജി ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ബാറ്ററി ചെയ്യുന്ന വർക്കാണ് എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എനർജി എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അത് നിങ്ങൾ കാണാതെ പഠിക്കണേ. എ കപ്പാസിറ്റർ സ്റ്റോർസ് എനർജി ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആൻഡ് ഹൗ മച്ച് എനർജി ഈസ് ദർ? U ഈസ് ഈക്വൽ ടു, ഇത് കാണാതെ പഠിക്കണം, U ഈസ് ഈക്വൽ ടു ½ എന്നുള്ള ഇക്വേഷനാണ് കൂടുതൽ കോമൺ ആയിട്ടുള്ളത്. ഈ 3 വേരിയബിൾസും മാറി മാറി ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ്. 3 കാണാതെ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാക്കുക. സോ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഈസ് ½ ഈസ് ഈക്വൽ ടു Q² ബൈ 2C ഈസ് ഈക്വൽ ടു ½ ഇനി ഒരു സാധാരണ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കുറച്ച് എനർജി 10⁻³ ജൂൾസ്, അതായത് മില്ലി ജൂൾസ് ഓഫ് എനർജി എന്നാണ് നിങ്ങൾക്ക് സാധാരണഗതിയിൽ കിട്ടുക. ചെറിയ എനർജി മാത്രം സ്റ്റോർ ചെയ്യുന്നതാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, എനർജി സ്റ്റോർ ചെയ്യാനോ ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാനോ ഉള്ള ഉപകരണം അല്ലത്. അപ്പം തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് കപ്പാസിറ്ററിനുള്ളത്. അത് നമ്മൾ പിന്നീട് പഠിക്കും. കടയിൽ പോയാൽ നിങ്ങൾക്ക് കപ്പാസിറ്റർ വാങ്ങിക്കാം. പക്ഷേ പലപ്പോഴും സ്റ്റാൻഡേർഡ് വാല്യൂസ് ഓഫ് കപ്പാസിറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ അതിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 2 മെത്തേഡ്സ് ഉണ്ട്. ആ 2 മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിനെ കമ്പൈൻ ചെയ്യുന്ന മെത്തേഡ്സാണ്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കുക, 2 കപ്പാസിറ്ററിനെ, ഒരു കപ്പാസിറ്റർ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്, ഇതിൻ്റെ നെഗറ്റീവിനെ അടുത്തതിൻ്റെ പോസിറ്റീവിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്തത്. ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ട് എത്ര എണ്ണത്തിന് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കണക്ട് ചെയ്യാം. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, അടുത്തതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും, ഇങ്ങനെ. എന്നിട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇതിനെ നിങ്ങൾ സെല്ലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര എണ്ണത്തിന് വേണമെങ്കിലും കണക്ട് ചെയ്യാം. അതേപോലെ ഇവിടെ ഇതിനെ നിങ്ങൾ സെല്ലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഈ കോമ്പിനേഷൻ ഒരു സിംഗിൾ കപ്പാസിറ്റർ പോലെ പ്രവർത്തിക്കും. ഇതിങ്ങനെ, ഇത് സിംഗിൾ ആയിട്ട് നിൽക്കും, ഇത് ഇങ്ങനെ ഒറ്റ കപ്പാസിറ്ററായിട്ട് പ്രവർത്തിക്കും. ഈ കോമ്പിനേഷനെ നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്നാണ് വിളിക്കുക. ഇതിനെ നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റീവായിട്ടാണ് നിങ്ങൾ ഇതിനെ എടുക്കുന്നതെങ്കിൽ CS എന്നും, ഇതിൻ്റെ ഇഫക്റ്റീവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ CP എന്നുമാണ് എടുക്കുക കപ്പാസിറ്ററിൻ്റെ വാല്യൂ. അപ്പോൾ V എന്ന പൊട്ടൻഷ്യലാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് എന്ന് സങ്കല്പിക്കുക. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്, പ്രാക്ടിക്കലായിട്ടും സിഗ്നിഫിക്കൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ 2 കോമ്പിനേഷനേ ഉള്ളൂ, സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷൻ. ആദ്യം നമ്മൾ ഈ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ Q എന്ന ചാർജ് ഉണ്ടായി. ശ്രദ്ധിക്കണം, ഇനി ഇവിടെ ഉണ്ടാകുന്ന അത്രയും ചാർജാണ് ഇവിടെയും ഇൻഡ്യൂസ് ചെയ്യപ്പെടുക, അത്രയും ചാർജ് തന്നെയാണ് ഇവിടെയും ഇൻഡ്യൂസ് ചെയ്യപ്പെടുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നതും Q എന്ന ചാർജ് ആയിരിക്കും. അങ്ങനെയാണ് വരിക. ഇനി ഇത് C1 എന്ന കപ്പാസിറ്റിയുള്ള കപ്പാസിറ്ററാണെന്ന് സങ്കല്പിക്കുക. ഇത് C2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ Q ഈസ് ഈക്വൽ ടു CV എന്നതാണ് ഇതിൻ്റെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻ കപ്പാസിറ്റേഴ്സിന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന V എത്രയായിരിക്കും? V ഈസ് ഈക്വൽ ടു Q/C എന്ന, Q സെയിം ആണ്, പക്ഷേ C വ്യത്യാസമുള്ളതുകൊണ്ട് ഇതിനുണ്ടാകുന്ന പൊട്ടൻഷ്യലും വ്യത്യാസമുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കപ്പാസിറ്ററിനെ സീരീസായി കണക്ട് ചെയ്താൽ they have the same charge on it.
ആൻഡ് ഡിഫറൻറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്രോസ് ഇറ്റ്. ആ ആശയം കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ ഈ സെല്ല് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യപ്പെടുക. വി ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 എന്നായിരിക്കും ഡിവൈഡ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ഓരോ വി ഐയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? Q ഡിവൈഡഡ് ബൈ CS ഈസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടെ ചേർന്ന് ഒറ്റ കപ്പാസിറ്ററായി ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഈസ് ഈക്വൽ ടു V1 എന്നതിനെ നമ്മൾ Q ബൈ C1 പ്ലസ് Q ബൈ C2 എന്ന് എഴുതാം. ഓൾ Q's cancels out, you will get 1 by CS is equal to 1 by C1 plus 1 by C2. So this is an important equation. അപ്പോൾ രണ്ട് കപ്പാസിറ്ററുകളെ നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റി ഇൻഡിവിജ്വൽ കപ്പാസിറ്റികളുമായിട്ട് ഇങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിലോ പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവുക ഈ കപ്പാസിറ്ററിൻ്റെ നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത പോലെയാണ്. അപ്പോൾ ഇത് കപ്പാസിറ്റർ C1 C2 എന്നെടുത്താൽ ഇതിന് സെയിം പൊട്ടൻഷ്യൽ, ദിസ് പൊട്ടൻഷ്യൽ വിൽ ഗോ ദർ, ഇതിനും അതേ പൊട്ടൻഷ്യൽ കിട്ടും. ഇനി ചാർജോ Q ഇസ് ഈക്വൽ ടു CV എന്നാണ്. അപ്പോൾ ഇതിനും ഉണ്ടാകുന്ന ചാർജും ഇതിനുണ്ടാകുന്ന ചാർജും വ്യത്യാസം ഉണ്ടാവും. എന്താ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറയാൻ കാരണം Q ഇസ് ഈക്വൽ ടു CV എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻ എ പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് all capacitors will have the same potential difference across it and different charges on it. അപ്പോൾ ഈ സെല്ല് കൊടുക്കുന്ന ടോട്ടൽ ചാർജിനെ നിങ്ങൾക്ക് Q is equal to Q1 plus Q2 എന്ന് എഴുതാം. ഓരോ Qനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ CP into V is equal to C1 into V plus C2 into V. That means CP is equal to C1 plus C2. Again, this is the combination equation എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ്റെ ഡെറിവേഷൻ നന്നായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കണം. ഇനി ഈ കോമ്പിനേഷൻ എന്ത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുക എന്ന് നോക്കുക. ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ 100 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഉണ്ടെന്നിരിക്കട്ടെ. ഏതാണ്? 100 മൈക്രോഫാരഡ് രണ്ടെണ്ണം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ രണ്ടും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്താൽ 200 ആവും അല്ലേ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലോ 50 ആവും. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ദ കപ്പാസിറ്റി ആൻഡ് സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഈസ് യൂസ്ഡ് ഫോർ ഡിക്രീസിങ് ദ കപ്പാസിറ്റി. ഇനി ഈ Q ഇസ് ഈക്വൽ ടു CV എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ Q ഉണ്ടാവും, ഇവിടെയും Q ഉണ്ടാവും. അപ്പോൾ ഏത് കപ്പാസിറ്ററിലാണ് കൂടുതൽ ചാർജ് ഉണ്ടാവുക? പാരലൽ കോമ്പിനേഷനിൽ ഏത് കപ്പാസിറ്ററിനാണോ കപ്പാസിറ്റി കൂടുതൽ ആ കപ്പാസിറ്ററിലായിരിക്കും കൂടുതൽ ചാർജ് ഉണ്ടാവുക. ഇൻ എ പാരലൽ കോമ്പിനേഷൻ ലാർജസ്റ്റ് കപ്പാസിറ്റർ വിൽ ഹാവ് ദ ലാർജസ്റ്റ് ചാർജ് ഓൺ ഇറ്റ്. ഇനി സീരീസ് കോമ്പിനേഷനിൽ എന്താ സംഭവിക്കുക? സീരീസ് കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു Q ബൈ C എന്നാണ്. ഒരേ ചാർജാണുള്ളത്, കപ്പാസിറ്റിയാണ് ഡിഫറൻറ്റ്. അപ്പോൾ കപ്പാസിറ്റി കുറഞ്ഞതിന് ലാർജസ്റ്റ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. മീൻസ് ഇൻ എ സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ലാർജസ്റ്റ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈസ് അക്രോസ് ദ സ്മോളസ്റ്റ് കപ്പാസിറ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ കോമ്പിനേഷൻസും പരീക്ഷയ്ക്ക് ചോദിക്കും. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ പോലും ആ ആശയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു 100 മൈക്രോഫാരഡ് കപ്പാസിറ്റർ, ഇതൊരു 100 മൈക്രോഫാരഡ് കപ്പാസിറ്റർ എന്നിരിക്കട്ടെ. അതിനെ നമ്മൾ സീരീസ് ആയിട്ട് അടുത്ത കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തേക്കുന്നു. സേ ദാറ്റ് ഈസ് ഓൾസോ 100 മൈക്രോഫാരഡ്. എന്നിട്ട് നിങ്ങളൊരു സെല്ലിലേക്ക് കണക്ട് ചെയ്താൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ദിസ് വിൽ ആക്ട് ലൈക്ക് എ കപ്പാസിറ്റർ ഓഫ്, ഇത് രണ്ടും കൂടെ എന്തായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഒരു 50 മൈക്രോഫാരഡ് കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യും. ഇനി നിങ്ങൾ അതിന് ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ട് എന്നിരിക്കട്ടെ, ഇതാ ഇങ്ങനെ കപ്പാസിറ്റർ കൊടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന് നേരെ പാരലായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒരു 50 മൈക്രോഫാരഡ് ആണെന്നിരിക്കട്ടെ. എങ്കിൽ ഈ 50യും ഈ 50യും കൂടെ പാരലായിട്ട് ഇത് രണ്ടും കൂടെ എത്രയായിട്ട് ആക്ട് ചെയ്യും? 100 മൈക്രോഫാരഡായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഈ കോമ്പിനേഷന് ഇപ്പം നമ്മൾ ഇക്വലൻ്റ് ആയിട്ട് എഴുതുന്നത് ഇങ്ങനെ ഒരു കപ്പാസിറ്റർ പോലെ പ്രവർത്തിക്കും. ദിസ് 50 പ്ലസ് ദിസ് 50, ദിസ് വിൽ ആക്ട് ലൈക്ക് 100 മൈക്രോഫാരഡ്.
ഓക്കെ, അപ്പോൾ അത് ആ സെല്ലിനോട് കണക്ട് ചെയ്ത പോലെ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതൊക്കെ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുക. വേറൊരു കപ്പാസിറ്റർ, ഇതും 50 മൈക്രോ ഫാരഡാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അത് ഈ 50 വീണ്ടും ഒരു 50 പാരലായിട്ട് കണക്ഷൻ കൊടുത്തേക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ വരച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷനായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ബുക്കുകളൊക്കെ എടുത്തിട്ട് കുറച്ച് ഇതിങ്ങനെ ചെയ്ത് പഠിക്കുക. സാധാരണഗതിയിൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കോമ്പിനേഷൻസ് ഒന്നും ചോദിക്കാറില്ല, പക്ഷേ ഒന്ന് നോക്കി വേണം നിങ്ങൾ ചെയ്യാൻ, ഇല്ല നിങ്ങളുടെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 50 കൂടെ ഇതിന് പാരലായിട്ട് വരുമ്പം ഇതെത്രയാവും, ഇൻസ്റ്റെഡ് ഓഫ് 100 ദിസ് വിൽ ബി 150 മൈക്രോ ഫാരഡ് എന്നായിരിക്കും കിട്ടുക. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുന്നതാണ് ശരിയാവുക. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ധാരാളം ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ചോദ്യങ്ങൾ ചെയ്ത് നോക്കണം. ബുദ്ധിമുട്ടുള്ളവയുടെ ആൻസേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുന്നില്ലേ എന്ന് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ പോയിൻറ്റ്സ് മാത്രമുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ബാക്കി ഭാഗങ്ങളുടെയും ഇനി ഈ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്റ്റീവായ വീഡിയോസാണ് താല്പര്യമെങ്കിൽ നമ്മളുടെ പ്ലേ സ്റ്റോറിൽ അത്തരം വീഡിയോസ് ഉണ്ട്. കൂടുതൽ സമയമെടുത്ത് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ആ വീഡിയോ കൂടെ കാണണം. അങ്ങനെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, 100% മാർക്ക് ഉറപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും A+ഉം സെൻറ്റം സ്കോറും ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്